വേഗം വരുന്നവനായ കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. जल्दी आने वाले प्रभु यीशु मसीह के नाम से मेरा प्रेमी सलाम। ഇന്ന് പകൽക്കാലം നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലെ കൂടി വരുവാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. आज सुबह के समय में एक और बार परमेश्वर के हज़ूरी में आने के लिए परमेश्वर ने हमारी सहायता किया। याद करते हुए मैं परमेश्वर को धन्यवाद देता हूँ। വിശേഷാൽ ദീർഘ വർഷങ്ങൾക്ക് ശേഷമായിട്ട് പിന്നെയും ഒരുമിച്ച് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജിജി പോളുമായി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. बहुत लंबे समय के बाद में एक और बार पास्टर जीजी पोल के साथ में मुझे भी परमेश्वर की आराधना करने के लिए महान परमेश्वर ने मौका दिया। याद करते हुए मैं परमेश्वर को धन्यवाद देता हूँ। കൊട്ടാരക്കരയിലുള്ള കേരള തിയോളജിക്കൽ സെമിനാരിയിൽ ഞാൻ 2001, 2002 3 വർഷക്കാലം അവിടെ ബാച്ചുലർ ഓഫ് തിയോളജിയിൽ വേദ പഠനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആണ് കർത്താവിന്റെ ദാസനെ അവിടെ വെച്ച് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്മാരിൽ ഒരു മഹത് വ്യക്തിയാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജിജി പോൾ. ആ ജിജി പോൾ ഇന്ന് നിങ്ങളുടെ സഭയുടെ പാസ്റ്ററായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. सन 2000, 2001 और 2002 इन 3 सालों के बीच में जब मैं केरला में एक बाइबल कॉलेज के वहां पर बैचलर ऑफ थियोलॉजी करने के समय में पास्टर जीजी पोल से मेरा मुलाकात हुआ था। और उस समय में बहुत अनुग्रहित रीति से परमेश्वर में आगे बढ़ने के लिए हमें सौभाग्य मिला। और अभी आप लोगों के कलीसिया का पासमान होने के नाते मुझे बहुत खुशी हो रहा है। ആ സമയത്ത് ഞാൻ സൗദി അറേബ്യയിൽ ജോലിയോടനുബന്ധിച്ച് നാട്ടിൽ കടന്നു വന്ന് ആണ് ഞാൻ വേദ പഠനം നടത്തിയത്. അതിനുശേഷമായിട്ട് കർത്താവിന്റെ ദാസനെ ഞങ്ങൾക്ക് ഒരുമിച്ച് പരിചയപ്പെടുവാനും ചില വർഷങ്ങൾ അവിടെ വേദ പഠനം നടക്കുകയും അതിനുശേഷമായിട്ട് ഞങ്ങൾക്ക് കുടുംബമായിട്ട് UK കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. और उसके बाद में कुछ समय के बाद परमेश्वर की सेवका एक साथ में करने के लिए परमेश्वर ने मौका दिया। और उसके बाद में मुझे और मेरे परिवार को विदेश की ओर जाने के लिए महान परमेश्वर ने एक रास्ता खोला और हम लोग परिवार के साथ अभी यहाँ पर परमेश्वर की सेवकाई में है। ഇവിടെ ഞാൻ വന്ന ആ സമയം മുതൽ ഇവിടെയുള്ള ലോക്കൽ സഭ ശുശ്രൂഷകനായിട്ട് ഞാൻ ഈ പ്രവർത്തനം ആരംഭിക്കുകയും തുടർന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി തുടർന്ന് ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. ഈ സ്ഥലത്തിന്റെ പേര് ലിവർപൂൾ എന്നാണ്. और मैं यहाँ पर आने के बाद में एक लोकल कलीसिया का एक पासमान होने के नाते यहाँ पे सेवकाई शुरुआत करने के लिए परमेश्वर ने सहायता किया। और उसके बाद में इंडियन पेंटेकोस्टल कलीसिया के एक पासमान बनने के लिए परमेश्वर ने सहायता किया। और जिस जगह पर हम है उस जगह का नाम लिवरपूल है। ഞാന് ജോലി കഴിഞ്ഞ നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ താമസിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ ആ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് പൂർണ്ണമായി ജോലി ചെയ്യുന്നു. എനിക്ക് ഭാര്യയും 2 ആൺമക്കളുമുണ്ട്. വലിയ മോൻ, മൂത്ത മോന് 23 വയസ്സ്, ഇളയ മോന് 14 വയസ്സ് കഴിയുന്നു. ഞങ്ങള് ഇവിടെ കുടുംബമായിട്ട് ആയിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. और शुरुआत के समय में जब मैं यहाँ पर आया था तो वहां पर मेरे घर के बाजू में एक हॉस्पिटल था। वहां पे मैं सेवकाई जॉब करता था, नौकरी करता था। लेकिन कुछ समय के पश्चात मैंने अपना पूरा नौकरी छोड़कर परमेश्वर की सेवकाई में पूरा समय बिताने के लिए महान परमेश्वर ने मुझे सहायता किया। और मेरा एक बीबी और मेरे 2 बेटे हैं। बड़े बेटे 23 साल का है और छोटा बेटा जो है 14 साल का है। और हम सब यहाँ पर मिलकर परमेश्वर की सेवकाई में आगे बढ़ रहे हैं। ഈ മീറ്റിംഗിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ജോർജ് സംബന്ധിക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और इस मीटिंग में पास्टर जॉनसन जॉर्ज जो है जो पार्टिसिपेट कर रहे करके मुझे दिखाई दे रहा है। അവിടെ ഏത് സ്ഥലമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം
ഈ മീറ്റിംഗിൽ കയറുന്നുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിലങ്ങറയിലാണ് ഞങ്ങൾ, അപ്പുറവും ഇപ്പുറവും ഒക്കെയാണ് ഞങ്ങളുടെ വീട്. എന്നെ നല്ലതായിട്ട് അറിയാം. അദ്ദേഹത്തിന് എനിക്കും പരിചയമുണ്ട്, പരിചയമല്ല, നല്ല ബന്ധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഈ മീറ്റിംഗിലും ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और परमेश्वर के दास अभी किधर है मैं नहीं जानता, लेकिन हम जो है गांव में, हमें आजू बाजू में रहते हैं और अभी जो मेरा प्रचार होने की वजह से वो जो है इस मीटिंग में जुड़े हुए हैं। और हमारे जो बीच में कल ये रिश्ता नहीं है, एक संबंध है, एक रिश्तेदारी का एक संबंध है। तो उसको याद करते मैं परमेश्वर को धन्यवाद देता हूँ। ഇനി ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് കയറുകയാണ്. और अभी मैं अपने प्रचार की ओर मैं आगे बढ़ना चाहूंगा। ഇവിടെ സമയം മണി രാവിലെ 7:15. ഞാൻ രാവിലെ 5 മണി ആയതോടുകൂടെ എഴുന്നേറ്റു. ഞാൻ റെഡിയായി. ഇപ്പോൾ ഞാൻ ദൈവവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുകയാണ്. അവിടുത്തെ സമയമൊക്കെ വ്യത്യാസമുണ്ട്, 4.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. എനിക്ക് ഇവിടുത്തെ സമയം 10 മണിക്ക് എനിക്കും ആരാധനയുണ്ട്. നാട്ടിലെ ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്കാണ് ആ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുന്നത്. और यहाँ पे जो है ठीक अभी का समय जो है 7:15 है और मैं सुबह 5 बजे उठकर तैयार होने के बाद में परमेश्वर के वचन के साथ मैं अभी आपके सामने बैठा हूँ। और मेरे यहाँ के और इंडिया का जो है समय कुछ 4-4.5 घंटे का फर्क है। और इस सभा खत्म होने के बाद में मेरे यहाँ का ठीक 10:30 बजे मुझे एक मीटिंग है, जो वहाँ का केरला का कुछ दोपहर के बाद का एक समय आता है। ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അതിനാധാരമായിട്ട് ഒരു വേദഭാഗം ഞാനിവിടെ വായിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ഭാഗം വായിക്കാം. അവിടെ ഹിന്ദിയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പിന്നീട് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ജോൺ Chapter 4 verse 4 and 5. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. और आज के हमारे वचन के मनन के लिए हम यूहन्ना रचित सुसमाचार उसके 4 अध्याय उसके 4 और 5 वहां पे इस प्रकार लिखा हुआ है। और उसको समरिया से होकर जाना अवश्य था, इसलिए वह सुखार नामक समरिया के एक नगर तक आया, जो उस भूमि के पास है जिसे याकूब ने अपने पुत्र यूसुफ को दिया था। ഈ ഭാഗം നമുക്ക് ഇന്ന് പകൽക്കാലം വളരെ ശാന്തമായി നമുക്ക് ചിന്തിക്കാം. और ये जो भाग है आज सुबह के समय में हम बहुत शांति के साथ इसको हम मनन करेंगे। നമുക്കറിയാം, തിരുവചനത്തിൽ ബൈബിളിന്റെ അവസാന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ, ആ ചെറിയ രാജ്യത്തിന്റെ ഭൂപടം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और हम जो है कुछ बाइबल के अंदर उसके आखिरी पन्नों में हम इस्राएल का जो है मैप, जो वर्ल्ड मैप का इस्राएल का जो मैप है वो हम देख सकते हैं। അവിടെ 3 ഭാഗമായിട്ട് ഞാൻ ഈ പ്രദേശത്തെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. और आज मैं इस प्रदेश को 3 भाग में बांटना चाहता हूं। താഴെ ഉള്ളതായ ഭാഗം അത് യഹൂദ്യ ദേശമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്തെ ഭാഗം ശമരിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. മുകളിലുള്ള പാർട്ട് ഗലീലയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. और उसके जो निचला भाग है, सबसे नीचे का भाग जो हम 3 में बांटा, उसके नीचे के भाग में हम यहूदा को हम देख सकते हैं। और उसके ठीक ऊपर जो दूसरा भाग है वहां पे हम शमरिया को देख सकते हैं। और सबसे ऊपर जो पहला भाग है उसको हम गलीला, उसके तरीके से हम उसको देख सकते हैं। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹൂദയിലാണ് യേശു ജനിച്ചതെന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാൻ കഴിയും. और हम सब जानते हैं कि यीशु मसीह जो है यहूदा नामक जगह पर यीशु मसीह ने जन्म लिया है। ഗലീലയിലാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ നല്ലൊരു ഭാഗവും അല്ലെങ്കിൽ നല്ലൊരു സമയവും ചിലവഴിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
और हम सब ये भी देख सकते हैं कि यीशु मसीह जो है अपना बहुतायत समय गलील में परमेश्वर की सेवकाई करते हुए बिताया करके हम सब जानते हैं। കണ്ടോ, മുകളിൽ ഗലീല, താഴെ ശമരിയ. അതിന്റെ ഏറ്റവും അടിവശം, ഏറ്റവും താഴെയുള്ള പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമുക്ക് യഹൂദിയെ കാണാൻ കഴിയും. और हम देख सकते हैं कि सबसे ऊपर जो है गलील और उसके ठीक नीचे समरिया और उसके सबसे नीचे जो है नीचे के भाग में हम यहूदा को हम देख सकते हैं। എവിടെ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഗലീലേക്ക് പോകുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. और हम सब ये देख सकते हैं कि परमेश्वर यीशु मसीह गलील की ओर जाने से पहले किस रास्ते से होकर वो जा रहा है। അവൻ ഈ ഭൂപടത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ളതായ ഗലീലയിൽ കൂടെ നടക്കുവാൻ ആരംഭിച്ചു. और यीशु मसीह जो है इस मैप के सबसे निचला भाग जो है यहूदा से वो चलना शुरू किया। എന്നാൽ ഗലീൽ യഹൂദിയ കടന്ന് അവൻ ശമര്യയിൽ എത്തുവാനിടയായി തീർന്നു. और लेकिन उसके बाद में यहूदा से आगे बढ़कर वो जो है शमरिया नामक जगह पर वो पहुंच गया। അവിടെയാണ് നമ്മുടെ വായിച്ച വേദ ഭാഗത്തിന്റെ പ്രസക്തമായ ഭാഗം. और वही है हमने आज जो पढ़ा वचन के अंदर का एक खास बात वहां पे रखा गया है। കണ്ടോ, അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ഗലീലയിലേക്ക് പോകുന്ന വഴി അവൻ ശമരിയ പട്ടണത്തിലും കൂടെ കടക്കേണ്ടതായിട്ട് വന്നു. और उसके तीसरे वचन में हम देख सकते हैं कि वहां पे यीशु मसीह जो है यहूदा से लेकर गलील की ओर जाने के समय में वहां पे उसे शमरिया नामक जगह से होकर गुजरना पड़ा। ഈ ശമരിയുടെ സമീപത്തുകൂടെ യെരുശലേം യോർദാൻ നദി കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. और हम देख सकते हैं कि ये शमरिया का जो उसके साथ साथ उसके बाजू में जो है यर्दन नदी भी बह रहा है। നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗലീല ദേശത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. ഗലീലിയ ദേശത്താണ് കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും അധികം അത്ഭുതങ്ങളെ ചെയ്തതായെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और गलील नामक जगह के बारे में कुछ दो शब्द कहकर मैं आगे बढ़ना चाहूंगा। हम सब जानते हैं कि गलील नामक जगह पर यीशु मसीह ने जो है अपने जीवन का सबसे ज्यादा जो अद्भुत कार्य गलील नामक जगह पर परमेश्वर ने किया है। അവിടെ 19 പരം അത്ഭുതങ്ങൾ ഗലീല ദേശത്ത് ചെയ്തതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और वहां पर हम देख सकते हैं कि परमेश्वर ने जो है 19 से अधिक परमेश्वर ने अद्भुत कार्य गलील नामक जगह पर यीशु मसीह ने किया है। നമുക്കറിയാം ഗലീലയിൽ വെച്ചാണ് കാനാവിലെ കല്യാണത്തിന് അത്ഭുതം ദൈവം ഭവനത്തിൽ വെളിപ്പെടുത്തി. അതെ, ദൈവം തന്റെ മഹത്വം ആദ്യമായി വെളിപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. और हम सब जानते हैं कि गलील में जो है काना का उस शादी के अंदर परमेश्वर ने सबसे बड़ा एक अद्भुत कार्य वहां पे प्रकट किया। तो वहां पे यीशु मसीह ने गलील में एक अद्भुत कार्य को किया है। യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിക്കേണ്ട ആരും ഇവിടെ ശ്രദ്ധിക്കണം. ആരും ബൈബിള് വായിച്ച് ഇപ്പോൾ പഠിക്കണ്ട. ഗലീലയിലെ ആ സംഭവവും യേശു എവിടെ നിന്ന് കടന്നു പോകുന്നു എന്നുള്ളതായ ആ വിവരണവും ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:1 മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ അവിടെ വളരെ സവിസ്തരമായി അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. और अभी कोई आप वचन मत पढ़ना, पूरी तरीके से मुझे ध्यान दीजिए, क्योंकि जो है गलील में हुआ जो अद्भुत कार्य और यहाँ पे 4 अध्याय यूहन्ना रचित समाचार उसके 4 अध्याय में लिखा गया जो बातें हैं वो वहां पे पूरी तरीके से बहुत विवरण कर लिखा गया है। എന്താണ് ഈ ശമരിയ ദേശത്തുകൂടെ യേശു കടന്നു പോകേണ്ടി വന്നു എന്ന് പറയുന്നത്? और यहाँ पर जो 4 अध्याय में 4 वचन में जो लिखा है, क्यों ऐसा लिखा है कि यीशु मसीह को समरिया से होकर जाना अवश्य था? എന്താണ് അതിന്റെ പ്രസക്തി? और उसके पीछे
और उसका खासियत क्या है और उसका कारण क्या है? ഈ ശമരിയ പ്രദേശം എന്ന് പറയുന്നത് ഗലീലയിലും യഹൂദയിലും യഹൂദന്മാർ തിങ്ങി പാർക്കുന്ന ഇടമാണ്. ഒറിജിനൽ യഹൂദന്മാരാണ് യഹൂദയിലും, ഒറിജിനൽ യഹൂദന്മാരാണ് ഗലീലയിലും പാർത്തിരുന്നത്. और ये जो है गलील में, और दूसरा जो यहूदा में, ये दोनों जगह पर सिर्फ यहूदी लोग, जो यहूदा नाम का कहते हैं, उस जाति के लोग जो है सिर्फ यहूदा में और गलील में ही रहते थे. നമുക്കറിയാം 430 വർഷം ഇസ്രായേൽ ജനം അന്യദേശത്ത് പോയി പാർത്ത അവിടുത്തെ ജനവുമായി സമ്മിശ്രമായ ജാതിയായി തീർന്ന, അല്ലെങ്കിൽ ഒരു വംശമായി തീർന്ന ഒരു സമ്മിശ്ര ജാതിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തിരുവചനത്തിൽ. और हम परमेश्वर के वचन के अंदर ये देख सकते हैं कि 430 साल तक जो इस्राएल लोग जो है एक जगह पर जाकर वहां पे बंदी गृह में रहते थे. तो उस समय में उस जगह के लोगों के साथ इनका मेल मिलाप हो गया था, और कुछ मिलावट उन लोगों के और इन इस्राएलियों के बीच में एक मिला हुआ एक जाति के रूप में ये लोग बदल गए थे. അത് എന്തിന്റെ ഒരു ശിക്ഷയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും? യഹോവയായ ദൈവം അബ്രഹാം എന്നോട് യാഗം കഴിക്കുവാനായിട്ടുള്ള നിയമം ചെയ്യുമ്പോൾ യാഗം കഴിച്ചതിന്റെ അനന്തര ഫലമായിട്ടുള്ള ദൈവത്തിന് ഹിതമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത നിലയിൽ നിസ്സാര കാര്യങ്ങളെ അവൻ കണക്കിടാതെ മുൻപോട്ട് അവൻ യാഗം കഴിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ് അബ്രഹാമിനോട് യഹോവയായ ദൈവം ഇതേ ആലോചന കൊടുക്കുന്നത്. നിന്റെ സന്തതി അതെ സ്വന്തമല്ലാത്ത അന്യദേശത്ത് പോയി 430 വർഷം അതെ അന്യദേശത്ത് പോയി അന്യദേശക്കാരെ സേവിക്കും, അവിടെ ജീവിക്കുമെന്ന് നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞിട്ടുള്ളത്. और इसका कारण क्या है? ऐसा क्यों हुआ? हम देख सकते हैं कि अब्राहम को जब परमेश्वर ने कहा कि तुम्हें बलि चढ़ाना है, तो बलि चढ़ाने के समय में अब्राहम ने जो छोटी सी छोटी भूल किया, एक छोटा सा जो मामूली बातों को अब्राहम ने जो ध्यान नहीं दिया, उसके वजह से परमेश्वर ने अब्राहम से कहा कि तेरे जो जाति है, तेरे जो संतान है, वो जो है दूसरे जातियों के लोगों को सेवकाई 430 साल तक करेगा करके परमेश्वर वहां पे अब्राहम से कहता है. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയുള്ളതായ 430 വർഷം അന്യദേശത്ത് പോയി യഹൂദാജനം പാർത്ത് അവിടെ ഒരു സമ്മിശ്ര ജാതിയായി, അല്ലെങ്കിൽ ഒരു സമ്മിശ്ര ജാതിയായി അവിടെ വന്ന് അവരാണ് ഇന്ന് ഈ ശമരിയിലുള്ളത് എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. तो ही 430 साल के बीच में जो ये लोग सेवकाई में थे, दूसरे जो अन्य जाति के लोगों की सेवकाई करते थे, उस समय में जो अन्य जाति के लोग इनके साथ मिल गए थे, जो मिला हुआ जाति है जो बन गए थे, तो मिलावट का जो है जो लोग है वो लोग अभी शमरिया नामक जगह पर रहते थे. അതുകൊണ്ടാണ് യഹൂദ്യയിൽ ഒറിജിനൽ യഹൂദന്മാർ പാർക്കുന്നു, ഗലീലയിൽ ഒറിജിനൽ യഹൂദന്മാർ പാർക്കുന്നു, എന്നാൽ ശമരിയിലാകട്ടെ സമ്മിശ്രമായ ജാതിയിൽപ്പെട്ട ഇടകലർന്ന യഹൂദന്മാരായിരിക്കുന്ന ഒരു വിഭാഗം ജനം അവിടെ പാർക്കുന്നു. അതുകൊണ്ടാണ് ആർക്കും ശമര്യയിൽ താമസിക്കുവാനോ ഗലീലയിലുള്ളവർക്ക് യഹൂദയിൽ വരുമ്പോൾ ആ ദേശത്തുകൂടി കടന്ന് വരാതെ വണ്ണം, അല്ലെങ്കിൽ യഹൂദയിൽ നിന്ന് ഗലീലയിൽ പോകേണ്ടവര് അതെ ശമര്യയിൽ കൂടെ കടക്കാതെ, നമുക്കവിടെ ഞാൻ ഒരു ഭാഗം, ഒരു റിവറിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, അത് ജോർദാൻ നദിയാണ്. ഈ ജോർദാൻ നദി ശമര്യയുടെ മറ്റൊരു ഭാഗത്തൂടെ ഒഴുകുമ്പോൾ ഗലീലയിലുള്ളവർ യഹൂദയിലുള്ളവർ പരസ്പരം പോകുന്നത് ശമര്യ പട്ടണത്തിൽ കയറാതെ ആ ജോർദാൻ നദി വഴിയായി കറങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും.
എന്നാലും യഹൂദന്മാർ ഈ ശമരിയ പട്ടണത്തിൽ കടക്കാറില്ല, നടക്കാറില്ല, പോകാറില്ല. और इसी दरमियान जो है अन्य जाति के लोग जो मिल गए थे, वो लोग जो है शमरिया में रहने लग गए। तो इसके वजह से जो गलील में जो है जो शुद्ध यहूदी लोग रहते थे, और उसी समय में यहूदी जो नीचे यहूदा नाम की जगह पर शुद्ध यहूदी लोग रहते हैं, तो यहाँ से यहूदी लोगों को जब गलील की ओर जाना है, या फिर जब गलील के लोगों को जब यहूदा में आना है, तो उनके बीच में जो शमरिया रहता है। लेकिन हम देख सकते हैं कि वहां पे शमरिया के आजू बाजू में एक नदी है, यरदन नदी, जो बहने की वजह से ये लोग जो है गलील से जब यहूदी आते हैं या फिर यहूदा से जब गलील जाते हैं, तो इस नदी के इस्तेमाल करते हुए ये जो शमरिया को पूरा घूम कर ये बहुत लंबी सफर तय करते हुए ये लोग उधर जाते हैं, गलील में जाते हैं, और गलील वाले लोग यहूदिया की ओर आते हैं। ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സിലായി എന്ന് എനിക്ക് അറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഈ ശമരിയ പട്ടണത്തിലോ ശമരിയ ദേശത്തിലോ ഒറിജിനലായിട്ടുള്ള ഇടകലരാത്ത യഹൂദന്മാർ കടന്നു പോകാറില്ല. तो इसके बाद मैं समझ रहा हूं कि आप सबको समझ में आया होगा। तो इसका मतलब यह है कि मतलब शमरिया में है जो लोग हैं, वहां पे यहूदी के लोग और गलील के लोग शमरिया से होकर वो गुजरते नहीं है। मतलब इसका मतलब यह है जो मिलावट नहीं है, जो यहूदी लोग जो मिलते नहीं है, दूसरे अन्य जाति से मिला नहीं है, वो शमरिया से होकर वो गुजरते नहीं है। ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന മോശ നായകനായ ആ ടീം ലീഡർ ഈ യഹൂദ ജനത്തെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും ഫറവോന്റെ കയ്യിൽ നിന്നും വിടുവിച്ചുകൊണ്ട് അതെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇസ്രായേൽ ജനം അന്ന് ആ ലീഡറിനെ മോശയ്ക്ക് മിരിയാമിന് അഹരോന് എതിരായി പിറുപിറുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ പിറുപിറുപ്പ് 13 പ്രാവശ്യം അതെ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരായി, തന്റെ ഭാര്യക്കെതിരായി, തന്റെ സഹോദരനെതിരായി പിറുപിറുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിധത്തിലുള്ള മർമറിംഗ് പീപ്പിളാണ് ഈ ശമരിയക്കാർ. और हम सब जानते हैं जब मूसा ने जो इस्राएल लोगों को उस मिस्र देश से फरौन के हाथ से जब छुड़ा कर लेकर आ रहे थे, तो रास्ते में ही ये लोग जो है मूसा के विरोध में, मरियम के विरोध में, हरून के विरोध में वो लोग जो मुड़मुड़ाते थे। कुछ करीबन 13 बार वो लोग ने मूसा के विरोध, उसके पत्नी के विरोध, उसके भाई के विरोध में मुड़मुड़ाए थे। तो ऐसा एक लोग है, शमरिया के जो लोग हैं वो मुड़मुड़ाने वाले लोग थे। ഇന്ന് പകലില് ഈ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും സ്തോത്രം ഇങ്ങനെ പിറുപിറുക്കുന്നവരുണ്ടെങ്കിൽ, എതിർക്കുന്നവരുണ്ടെങ്കിൽ, തന്റെ ദാസന്മാർക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവദാസനെതിരെ, ദൈവസഭയ്ക്കെതിരെ പിറുപിറുക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവത്തിന് മാറ്റം വരണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. മർമറിംഗ് പീപ്പിൾ, പിറുപിറുക്കുന്നവരെ അതെ ദൈവം ആദരിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. और हालेलुया, आज सुबह के समय में जो मेरी आवाज को सुनते हैं, अगर आप में से किसी के जीवन में मुड़मुड़ाने की आवत है, अगर आप में से कोई मुड़मुड़ाते हैं परमेश्वर के दास के खिलाफ, परमेश्वर के कलीसिया के खिलाफ, परमेश्वर के लोगों के खिलाफ, अगर आप में से कोई मुड़मुड़ाते हैं, तो आज सुबह के समय में मैं आपसे कहना चाहूंगा कि आपकी जो मुड़मुड़ाने का जो आदत है वो आपको छोड़ना होगा, क्योंकि परमेश्वर ये मुड़मुड़ाने वाले लोगों को कभी आशीष नहीं करता। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലെ ഈ യഥാർത്ഥ ഒറിജിനലായ കറതീർന്ന യഹൂദന്മാർ പാർക്കുന്ന ഗലീലയിലും യഹൂദയിലുമുള്ള യഹൂദന്മാർ ഒരു കാരണവശാലും ഈ ശമരിയ പട്ടണത്തിൽ കാലുകുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇതിൽ കൂടെ ഒരു ദൂത് നമ്മോട് പറയുന്നത് സമ്മിശ്ര ജാതിയോട് ഇടകലരുവാൻ യഹോവയായ ദൈവം അതെ ആഗ്രഹിക്കുന്നില്ല.
और यहाँ पे हम देख सकते हैं कि जो गलील में रहने वाले, यहूदा में रहने वाले जो शुद्ध यहूदी लोग हैं, वो कभी शमरिया में अपना कदम नहीं रखना चाहते। तो उसका मतलब यह है कि कभी वो जो मिले हुए यहूदियों के साथ में, वो मिलावट के लोगों के साथ में वो कभी रहना नहीं चाहते। तो इससे हमें यह समझना है कि हमारा जो परमेश्वर है वो भी मिले हुए लोगों के साथ में, जो मिलावट के साथ रहने वाले लोगों के साथ में परमेश्वर कभी रहना नहीं चाहता। എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അന്നത്തെ ആചാരങ്ങളും നിബന്ധനകളും റെസ്ട്രിക്ഷൻസും സകലതും മാറ്റിമറിച്ചുകൊണ്ട് യേശു ക്രിസ്തു അതുവഴി കടന്നുപോയെന്ന് വെച്ചാൽ യഹൂദയിൽ നിന്നും ഇതാ ഗലീലയിലേക്ക് കടന്നു പോകുമ്പോൾ ആ സമയം അതെ തന്റെ ജനമായ യഹൂദ അല്ലെങ്കിൽ തന്റെ പിതൃ നഗരമായ അല്ലെങ്കിൽ തന്റെ ജനിച്ച സ്ഥലമായ യഹൂദയിൽ നിന്ന് യാത്ര പോകുമ്പോൾ ഈ ദേശത്തുകൂടെ കടന്നു പോകുന്ന ഒരു ചരിത്രം അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ 1000 വർഷമായി ഇസ്രായേൽ യഹൂദ എന്ന് വെച്ചാൽ ഗലീല ദേശത്തിലുള്ളവരും യഹൂദിയയിലുള്ളവരും ഈ ശമര്യക്കാരുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലാതെ കഴിയുന്ന ആ 1000 വർഷത്തെ പഴക്കത്തെ ഒറ്റ ദിവസം കൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്യുക, മാറ്റിമറിക്കുകയാ, അവിടെ ഇല്ലായ്മ ചെയ്യുകയാ. और वहां पे जो यीशु मसीह जो है बाकी सभी रस्तिकों को, बाकी सभी रोकावट को परमेश्वर वहां पे तोड़ते हुए वहां पे शमरिया से होकर गुजर रहा है। तो उसका मतलब ये है कि 1000 सालों से जो यहूदी के लोग और जो गलील के रहने वाले शुद्ध यहूदी लोग जो शमरिया से कभी मिलते नहीं थे, उनके साथ में कोई संबंध नहीं था उनका, तो उनके उस बातों को तोड़ते हुए वहां पे यीशु मसीह जो है शमरिया से होकर गुजर रहा है। യേശു ക്രിസ്തു നമുക്കവിടെ കാണുവാൻ കഴിയുന്ന വളരെ വ്യക്തമായ ഒരു കാര്യം, ഇസ്രായേൽ ജനം അതേ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പോയപ്പോൾ 11 ദിവസം, അത് പോരായെങ്കിൽ അല്പം കൂടെ നാള് 40 ദിവസത്തിനകം കനാൻ ദേശത്തേക്ക് കാലുകുത്തുവാൻ ഇടയാകേണ്ടതായ അതെ ആ സന്ദർഭങ്ങളിലോ അതെ ഈ 13 അല്ലെങ്കിൽ ഈ 40 ദിവസം കൊണ്ട് കടക്കേണ്ടതായ സാഹചര്യത്തെ അവരുടെ പിറുവിറുപ്പ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായ ആ മനസ്സിന്റെ വ്യാകുലത കൊണ്ട്, അവരുടെ പരാതി കൊണ്ട്, അവരുടെ പരാജയം കൊണ്ട് അത് 40 വർഷമാക്കി കറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. और हम सब जानते हैं कि जो मिस्र देश से लेकर जो कनान की ओर जो यात्रा था, जो सफर था, वो सिर्फ 11 दिन का था। लेकिन अगर उसमें बढ़ाएंगे तो 40 दिन में जो सफर का था, 40 दिन का जो सफर था, वो सफर को ये लोगों की मुड़मुड़ाहट की वजह से, इन लोगों के हृदय का चंचलाहट की वजह से, इन लोगों के पराजय की वजह से वो जो है 40 साल तक लंबा हो गया कर हम सब देख सकते हैं। ഇന്ന് പകൽക്കാലം ഇതിൽ കൂടെ ഒരു ദൂതുണ്ട്. ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നെങ്കിൽ, ഞാനും നിങ്ങളും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് ഞാനും നിങ്ങളും ക്രമീകരിക്കപ്പെട്ട് കർത്താവിന്റെ അതേ വചനവുമായി ദൈവികമായ ശുശ്രൂഷ നാം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ പൈതലായി മുൻപോട്ട് നാം കടന്നു പോകുമ്പോൾ, ദൈവത്തിൽ നിന്ന് ആലോചനകളും അരുളപ്പാടുകളും ദൈവികമായ സന്ദേശങ്ങളും നാം കേട്ട് മുൻപോട്ട് പോകുമ്പോൾ, അതിനെ പിറുപിറുത്തുകൊണ്ട്, അതിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ പക, പിണക്കം, അസൂയ ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് നാം മുൻപോട്ടേക്ക് കടന്നുപോയാൽ നമ്മുടെ വായ്ത്തങ്ങളെ അതെ 40 ദിവസം കൊണ്ട് നടക്കേണ്ടത് 40 വർഷമാക്കി തീർക്കുന്നതാ സ്തോത്രം ദൈവത്തിന്റെ വചനമെന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം. तो इस वचन के द्वारा मैं आपसे वाणी में परमेश्वर का संदेश इस प्रकार कहना चाहूंगा, जो अगर हम परमेश्वर के जो बातों को सुनकर, परमेश्वर के साथ में चलकर, परमेश्वर की मर्जी को पूरा कर
परमेश्वर की सेवकाई करते हुए, परमेश्वर की वायदों को विश्वास करते हुए अगर हम आगे बढ़ेंगे, लेकिन उसको छोड़कर अगर उसके अलावा अगर हम मुड़मुड़ाएंगे, अगर हम हमारे जीवन में जो कड़वाहट को रखेंगे, अगर हम गुस्सा करेंगे, परमेश्वर के खिलाफ अगर हम जाएंगे, तो 40 दिन में जो हमारे जीवन में जो वायदे हमें हासिल करना है, वो 40 दिन के वायदे, वो हमारे जीवन में हम 40 साल तक परमेश्वर का वचन वो इस प्रकार कहते हैं कि वो 40 साल तक लंबा हो सकता है। എന്നാല് ഇനി നമ്മൾ ഈ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കുറച്ചുകൂടെ അധികമായി ഈ നമ്മൾ കൊണ്ടുവരണം. ഈ ഭാഗത്തിന്റെ പ്രസക്തി ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഭാഗം, അവൻ ശമരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചതായ ഈ ദൈവവചനത്തിന്റെ ആധികാരികത നമ്മൾ മനസ്സിലാക്കി. കാരണം അവൻ ശമരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതുവഴി കടന്നു പോകേണ്ട വഴിയല്ല. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവിക പ്ലാൻ പ്രകാരം അവൻ ആ ശമരയിൽ കൂടെ കാലെടുത്തു വെക്കേണ്ടി വന്നു. और आइए हम आज सुबह के समय में हमारे ध्यान को इस वचन की ओर लेके आएंगे। यूहन्ना रचित सुसमाचार इसके 4 अध्याय इसके 4 वचन में लिखा गया है कि और उसको जो है शमरिया से होकर जाना जो है अवश्य था। तो उसके मतलब ये है कि परमेश्वर का जो पिता परमेश्वर का जो मर्जी था, यीशु मसीह को शमरिया से होकर जाना था। तो यीशु पिता परमेश्वर की मर्जी को पूरा करने के लिए यहाँ पे यीशु मसीह का जो है शमरिया से होकर जाना वो अवश्य था। അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. ഇതാണ് നമ്മുടെ കുറിവാക്യം. और उसके 5वां जो वचन में लिखा गया, इसलिए वह सुखार नामक समरिया के एक नगर तक आया जो उस भूमि के पास है जिसे याकूब ने अपने पुत्र यूसुफ को दिया था। ये आज हमारा चाबी का वचन है। നമുക്കറിയാം അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ 13 മക്കളിൽ ഏറ്റവും അധികം യാക്കോബ് സ്നേഹിച്ചതായ ഒരു മകനായിരുന്നു യോസഫ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ യോസഫിന് യാക്കോബ് സ്നേഹിച്ചത് കൊണ്ടും വാത്സല്യിച്ചത് കൊണ്ടും അവന് പ്രത്യേകമായ ഒരു പരിഗണന അപ്പനായ യാക്കോബ് കൊടുത്തു. അപ്പോൾ തന്നെ ഈ യാക്കോബ് തന്റെ പുത്രനായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാത്തതായ വിശേഷമായ ഒരു അങ്കി യോസഫിന് വാങ്ങിക്കൊടുത്തു. എന്നാൽ ഈ യോസഫിനെ വെളിം പ്രദേശങ്ങളിൽ ഒന്നും യാക്കോബ് വിടാതെ ഭവനത്തിൽ തന്നെ വളരെ സൂക്ഷ്മതയോടും വളരെ കരുതലോടും വളരെ ആദരവോടും കൂടെ തന്റെ കൂടെ ഈ പരിലാളിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു യോസഫ്. हम सब जानते हैं कि अब्राहम का जो पुत्र है वो इसहाक, और इसहाक का जो पुत्र है याकूब, जो 13 बच्चे हैं उनमें से जो यूसुफ जो है याकूब के सबसे प्रिय। और याकूब याकूब ने वो अपना जो घर से बाहर न आने दिया, ज्यादा कुछ मतलब ज्यादा कुछ काम नहीं करवाया, वो घर अंदर ही रखा। वही यूसुफ के जो याकूब ने यूसुफ को दिया, वो क्या दिया कर हम इस वचन के अंदर हम सकते हैं। ഈ സുഖാർ എന്ന് പറഞ്ഞ ഈ ദേശം മുൻപ് ഇത് ശേഖേം എന്ന് അറിയപ്പെട്ടിരുന്നു. ആ ഭാഗം നിങ്ങൾ എടുക്കണ്ട, ബൈബിളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നത് മുൻപ് ഇത് ശേഖേം എന്നും ദോദാൻ എന്നും അതിന്റെ അടുത്തുള്ളത് ദോദാൻ എന്നുമുള്ളതായ പ്രദേശമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് സുഖാറായി കാണുമ്പോൾ, നമുക്ക് ഈ സ്ഥലത്തെ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ ഉൽപ്പത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് ശേഖേം എന്നും ദോദാൻ എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ശേഖേമിലും ദോദാനിലുമാണ്
യോസഫിന്റെ സഹോദരന്മാരെ കാണുവാൻ വേണ്ടി തന്റെ അപ്പനായ യാക്കോബ് വാത്സല്യിച്ച ഓമനിച്ച പുത്രനായ യോസഫിനെ അയച്ചതായെന്ന് നമുക്ക് കാണുവാൻ കഴിയും. और हम सब जानते हैं कि यूहन्ना समाचार में जो यहाँ पे सुखार नामक जो जगह लिखा गया है, तो हालांकि में उसका पहला जो नाम था वो शेख था। जब हम उत्पत्ति के पुस्तक में देख सकते हैं कि वहां पे उसका नाम शेकेम लिखा हुआ है और उसके बाजू का जो नगर है वो दोधान नाम का नगर है। और हम सब जानते हैं कि समय में जब याकूब ने यूसुफ अपने भाई हाल चाल पूछने के लिए भेजा था, वो इसी जगह पर भेजा। എന്തിനാണ് ഇവിടെ പിതാവായ യാക്കോബ് താൻ ഏറ്റവും അധികം സ്നേഹിച്ചതായ വാത്സല്യിച്ചതായ ഓമനിച്ചതായ തന്റെ പുത്രനായ യോസഫിന് ഇവിടെ ഒരു നിലം കൊടുത്തത്? और यहाँ पे हम ये पूछेंगे होंगे कि जो याकूब जो है अपने सबसे प्यार करने वाला यूसुफ इसी जगह पर जो सुखार नामक समरिया का इस जगह पर उसने जगह क्यों कर हम सोच रहेंगे। എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തു നിൽക്കുന്നത്, കർത്താവ് നിൽക്കുന്നത് ഈ നിലത്തിനരികെ, ഈ ഉറവിനരികെയാണ്. और लेकिन यीशु मसीह जो है जहां पे है वो है जो इसी जगह पर है जहां पे जो इस घर के अंदर यीशु मसीह जो है खड़ा हुआ है। നമുക്കറിയാം കർത്താവായ യഹോവ ദൈവം എന്ന് വെച്ചാൽ ദൈവം നമുക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്ക് കാണുവാനും മനസ്സിലാക്കുവാനും അത് അവരുടെ ജീവിതത്തിൽ ചിന്തിപ്പിക്കാനുമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. और मैं इसके द्वारा को इस प्रकार कहना चाहूंगा, परमेश्वर जो हमें देने आशीष है वो हमें आशीष देता है जैसे कि दूसरे लोग जो है उसे देख पाए, उसके बारे में सोच सके। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബ് തന്റെ മകനായ യോസഫിനെ തന്റെ സഹോദരന്മാർക്ക് ഭക്ഷണവും വസ്ത്രവും വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളുമായി യാക്കോബ് അവരെ അന്വേഷിച്ച് അവരെ ചെന്ന് കണ്ട് ക്ഷേമമാണോ എന്നറിഞ്ഞ് അവർക്ക് വേണ്ടുന്നതായ സകല സജ്ജീകരണവുമായി അവര് ശേഖേമിലേക്ക് യോസഫിനെ തന്റെ അപ്പനായ യാക്കോബ് പറഞ്ഞു വിട്ടതായി നമുക്ക് കാണുവാൻ കഴിയും. और वहां पर हम देख सकते हैं कि जो याकूब जो है यूसुफ को अपने भाइयों का हाल चाल पूछने के लिए, उनका जो खाना लेकर, उनके लिए कपड़ा लेकर, उनका जो हाल चाल पूछने के लिए वहां पे यूसुफ को याकूब ने शेकेम में अपने भाई से मिलने के लिए भेज रहा है कर सकते हैं। ഇതാ ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണുവാൻ കഴിയുന്ന 37-ന്റെ 17-ഉം 18-ലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് chapter 37 verses 17 to 18. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോസഫ് തന്റെ സഹോദരന്മാരെ കാണുവാനായി അപ്പന്റെ നിർദ്ദേശപ്രകാരമായി അവൻ യോസഫിന് അണിയിച്ചിരുന്ന ആ വസ്ത്രവുമായി താൻ അവിടേക്ക് കടന്നു പോകുക. താൻ എന്ന് വെച്ചാൽ യോസഫ് അവിടേക്ക് കടന്നു ചെല്ലുകയാ. और वहां जो है उत्पत्ति की पुस्तक 37वें अध्याय उसके 17 और 18 में जब देखते हैं तो वहां पे जो यूसुफ जो है अपने भाइयों मिलने के लिए वो जाता है। अपने पिताजी ने जो यूसुफ को दिया वो जो कपड़ा वो पहनकर अपने भाइयों मिलने के लिए जा रहा है। നമുക്കറിയാം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്റെ സഹോദരനായ യോസഫിനെ അവർ കണ്ട മാത്രയിൽ എന്തിനവിടെ പോയി? അവരുടെ ക്ഷേമം അറിയാൻ. എന്തിനവിടെ പോയി? അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ. എന്തിനവിടെ പോയി? അവരുടെ സകല സുഖ വിവരങ്ങൾ അറിയുവാൻ. ഇതിന് കടന്നു ചെന്ന യോസഫിനെ അവർ കണ്ട മാത്രയിൽ ദാ വരുന്നു സ്വപ്നക്കാരൻ, അവന്റെ സ്വപ്നവും സകലതും ഇവിടെ നമുക്ക് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ ഇട്ട സമയം നമുക്ക്
പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. और यहाँ पे जो यूसुफ जो है अपने भाइयों से लेके गया, क्यों मिलने के लिए? वो अपने भाइयों का जो हाल चाल पूछने के लिए, भाइयों को खा पीना देने के लिए, भाइयों को उत्तर देने के लिए जब गया, जब अपने भाइयों ने जब यूसुफ को दूर से ही देखा, तब भाइयों ने इस यूसुफ को देखते ही कहा कि यार ये कौन आ रहा है, देखो सपना देखने वाला आ रहा है, बड़ा सपना वाला आ रहा है, हम उसको पकड़ के आज उसका सपना को खत्म करके कहकर उसे पकड़ एक गड्ढे के अंदर डालकर हम देख सकते हैं उनकी पुस्तक में। നീതിമാനായ, വക്രതയില്ലാത്ത, വളഞ്ഞ വഴിയില്ലാത്ത, നിഷ്കളങ്കനായ ഒരു പെർഫെക്റ്റ് ആയ ഒരു ചെറുപ്പക്കാരനെ അവരുടെ ഇളയ സഹോദരനെ പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് കളഞ്ഞപ്പോൾ അവിടെ വീണ കണ്ണുനീര് വീണ സ്ഥലമാണ് ഈ ശേഖേം, ഈ സുക്കാർ. और अपने भाई का हाल चाल पूछने आए, यूसुफ को पकड़कर जिस गड्ढे में डाला, और जिस गड्ढे में डाला जो अपने भाइयों ने जिस यूसुफ को उस गड्ढे में डाला, उस गड्ढे जिस जगह पर है उस जगह का नाम है शेखेम। കണ്ടോ, കണ്ണുനീര് വീണതായ സ്ഥലമാണ് ഈ സുക്കാർ. तो आंसू जो गिरने वाला एक जगह है सुखार। യാതൊരു തെറ്റും ചെയ്യാത്ത, കുറ്റം ചെയ്യാത്ത, പെർഫെക്റ്റ് ആയ നല്ല ഒരു നിഷ്കളങ്കനായ ഒരു യുവ, ഏറ്റവും ഇളയ സഹോദരനെ, അപ്പൻ സ്നേഹിച്ച സഹോദരനെ പിടിച്ച് കിണറ്റിലേക്ക് ഇട്ടപ്പോൾ കണ്ണുനീർ വീണ സ്ഥലമാണ് ഈ സുഖാർ എന്ന് പറഞ്ഞ ഈ സ്ഥലം. और जो है, जो भी कोई भी गलती ना किया हुआ, एकदम और सबसे प्यार करने वाला एक अच्छे युवा जो है, जवान एक लड़का जो है, जिसका आपने पकड़कर उस गड्ढे में डाला, गड्ढे गिरने के समय में अपने आंखों से जो आंसू हुआ एक जगह है सुखार नामक जगह। അതുകൊണ്ടാണ് പിതാവായ അവന്റെ അപ്പനായ യാക്കോബ് പിൽക്കാലങ്ങളിൽ യോസഫിന് ഇവിടെ ഒരു കിണർ കൊടുക്കുന്നത്, നീരുറവ കൊടുക്കുന്നത്. और इसलिए हम देख सकते हैं कि इसी जगह पर याकूब ने अपने सबसे प्रिय पुत्र यूसुफ को इसी जगह वो जो है गड्ढा, एक कुआं उसको रहा है, जहां पे पानी है, पानी बहने वाले कुआं उसको दे रहा है। അവിടെയാണ് ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്ന് നിൽക്കുന്നത്. और उसी जगह पर अभी यीशु मसीह आकर खड़ा हुआ है. അവിടെയാണ് ഈ ശമരിയ സ്ത്രീ വെള്ളത്തിനു വേണ്ടി കോരുവാനായി അവിടേക്ക് വന്നത്. और उसी जगह पर जो मरिया का जो स्त्री है वहां पे पानी लेने के लिए उस कुएं के पास में आ रही है. അവിടെയാണ് അനേകർ വന്ന് ആശ്വസിക്കുന്നത്. और वहां पे बहुत सारे आकर आश्वासन को पाते, दिलासा को पाते हैं. അവിടെയാണ് അനേകർ വന്ന് ദാഹജലം കോരിക്കൊണ്ട് അവരുടെ വിശപ്പടക്കുന്നത്. और वहां पे है बहुत सारे लोग अगर अपने पानी का प्यास को बुझाकर अपना भूख मिटाते हैं. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. എന്നെ ശ്രവിക്കുന്ന, എന്നെ കേൾക്കുന്ന ദൈവജനമായ ഇതിൽ കൂടിയിരിക്കുന്ന ചിലരോടുള്ള ദൈവത്തിന്റെ ദൂത്, നിന്റെ കണ്ണുനീർ വീഴുന്ന ഇടം, നീ കരയുന്ന ഇടം, നീ ദുഃഖിക്കുന്ന ഇടം, നീ വിലപിക്കുന്ന ഇടം, ഹല്ലേലൂയ, അതേ ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കി അവിടെ നിന്നെ മാനിക്കുന്ന കർത്താവാണ് എന്റെ കർത്താവെന്ന് ഇന്ന് പകൽക്കാലം നീ അറിയണം. और आज सुबह के समय में मैं आप लोगों से इस प्रकार कहना चाहूंगा, परमेश्वर संदेश को मैं इस प्रकार कहना चाहूँ, जिस जगह पर आपके सुख गिरे है, जिस विषयों के सामने आपके आंकड़े है, हमारा परमेश्वर जो है दुश्मनों के सामने मेज तैयार वाला परमेश्वर आपके लिए भी तैयार कर रहा है. अगर मैं आप में से कुछ लोगों को आज परमेश्वर का संदेश में से नहीं सुनाना चाहूंगा. നിന്ദിക്കുന്നവരുടെ മുൻപിൽ, അതെ, നിന്നെ അപമാനിക്കുന്നവരുടെ മുൻപിൽ നിന്നെ മാനിച്ച് വഴി നടത്തുന്ന ദൈവമാണ് എന്റെ കർത്താവെന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്.
और तेरा अपमान करने वाले, तेरे विरोध करने वाले लोगों के बीच तेरा आदर करने वाला परमेश्वर मेरा परमेश्वर है कर आप भूल ना जाए कर मैं सुबह के समय आपको वाणी सुनाना चाहता हूँ। എന്റെ കർത്താവ് സ്തോത്രം നിന്നെ അനാഥനായി വിടുകയില്ല, और നിന്നെ मेरा परमेश्वर जो ഉപേക്ഷയായി है कभी तुझे കരുതുകയില്ല. आज नहीं छोड़ेगा। നീ കരയുന്ന ഇടം, നീ ഭാരപ്പെടുന്ന ഇടം, നീ വേദനിക്കുന്ന ഇടം, നീ ബെത്തപ്പാടോടുകൂടെ ഇരിക്കുന്ന ഇടം, നിന്നെ അപമാനിക്കുന്ന ഇടം, നിന്നെ ആ ദേശത്ത് നിന്നെ മാനിക്കുന്ന എന്റെ കർത്താവാണ് നമ്മുടെ ദൈവം. और जिस जगह पे तू ഹല്ലേലൂയ. आता है, जिस जगह पे तुझे दुख लगता है, जिस जगह पे तू ठेस पहुंचता है, जिस जगह पे तू गिर पड़ता है, उसी जगह पे नाम में करके देने वाला परमेश्वर है हमारा परमेश्वर। ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ, ഏത് കാര്യത്തിനു വേണ്ടിയാണോ യോസഫിനെ സഹോദരന്മാർ അടിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. और हम दूसरी बात में अगर ध्यान लेकर आएंगे तो हम लिख सकते हैं कि वहां यूसुफ को अपने भाइयों ने क्यों मारा और वहां पे उसका कारण क्या है अगर हम समझ आएंगे। യോസഫ് ചില സ്വപ്നങ്ങൾ കണ്ടതായി, ദർശനങ്ങൾ കണ്ടതായി നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. और हम सभी लोग जानते हैं यूसुफ ने जो है कुछ सपना देखा था, कुछ दर्शन अपने जीवन में उसने देखा था। അപ്പോൾ ദർശനം താൻ പ്രാപിച്ചതല്ല, ദൈവം, യഹോവയായ ദൈവം യോസഫിന് കൊടുത്തതായ ദർശനമാണ്. और ये जो दर्शन, ये सपना है, ये यूसुफ ने देखा नहीं, लेकिन जो है परमेश्वर पिता परमेश्वर ने उसे दिया हुआ सपना है। യോസഫിന് യഹോവയായ ദൈവം കൊടുത്ത ദർശനത്തിന് സഹോദരന്മാർ യോസഫിനെ അടിച്ചുവെങ്കിൽ അതിന്റെ കാരണക്കാരൻ ദൈവമാണ്. अगर परमेश्वर यहोवा परमेश्वर ने अगर यूसुफ को एक सपना दिया है और इस सपने के वजह अगर अपने यूसुफ के भाई लोगों ने यूसुफ को मारा है तो उसका कारण जो है परमेश्वर यहोवा परमेश्वर होता है। അപ്പോൾ ദൈവം കൊടുത്ത ദർശന പ്രകാരമാണ് യോസഫ് ദർശനം കണ്ടതെങ്കിൽ ആ ദർശന പ്രകാരമാണ് സഹോദരന്മാർ തന്നെ പകച്ചതും ഉപദ്രവിച്ചതും പൊട്ടക്കണത്തിൽ ഇട്ടതും. और यहाँ पे परमेश्वर ने यूसुफ को एक सपना दिया था, एक दर्शन दिया था, उसी दर्शन के वजह से जो अपने भाई लोगों ने यूसुफ को मारा था, उसको अपमान किया था और उसको गड्ढे में डाल दिया था। എന്നാൽ ആ യോസഫിനെ മാനിക്കേണ്ടത് ദർശനം കൊടുത്ത, സ്വപ്നം കൊടുത്ത യഹോവയായ ദൈവത്തിന്റെ പദ്ധതിയാണ് ആ യോസഫിനെ മാനിക്കേണ്ടത്. तो उसे अपमान किया हुआ यूसुफ को अर्थ देना, उसका सम्मान करना, उसका ऊंचा उठाना, वो परमेश्वर का जना बन गया, वो परमेश्वर का जिम्मेदारी बन गया। നീ എന്നെങ്കിലും എന്റെ ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന ആരെങ്കിലും ദർശനപ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം എന്തെങ്കിലും വിധത്തിൽ, ഏതെങ്കിലും വിധത്തിൽ നീ അപമാനിക്കപ്പെട്ടാലും, നീ ഭാരപ്പെട്ടാലും, നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാലും, നീ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും, അത് നീ ജോലി ചെയ്യുന്ന സ്ഥാപനമാകട്ടെ, അധികാരികളാകട്ടെ, ദൈവത്തിന് വിരോധമായി നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ സൂക്ഷിക്കുന്നത്, നിന്നെ സംരക്ഷിക്കുന്നത്, നിന്നെ കരുതുന്നത് എന്റെ കർത്താവാണ്. എന്റെ കർത്താവ് അവർക്ക് അതേ മറുപടി ചോദിക്കുക തന്നെ ചെയ്യും. और अगर परमेश्वर ने आपको कोई दर्शन दिया है, कोई सपना दिया, आपको वायदा किया है और उस वायदों को लेकर आपने कभी कुछ भी दुख महसूस किया, आपको किसी ने अपमान, आपको किसी ने विद्रोह किया है, तो चाहे वो आपके नौकरी की जगह पर क्यों ना हो, चाहे आप कहीं पे भी क्यों, चाहे कोई भी क्यों ना हो, वो परमेश्वर को आपको हालेलुया आपको बुद्ध करने की वजह से वो परमेश्वर लेकर लेगा। അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോസഫ് കണ്ട സ്വപ്നപ്രകാരം സഹോദരന്മാർ അവനെ പൊട്ടക്കണത്തിലിട്ടു. और हम देख सकते हैं कि यूसुफ ने अपने പറഞ്ഞു
और हम देख सकते हैं कि यहाँ पे यूसुफ का जो सपना देखने की वजह से अपने भाइयों ने उसको अपमान किया और उसको गड्ढे में डाल दिया। അപ്പൻ കൊടുത്ത അങ്കി സഹോദരന്മാർ അഴിച്ചു മാറ്റി. സഹോദരന്മാർ കൊടുത്ത അങ്കി അത് പൊത്തിഫേറിന്റെ ഭാര്യ അഴിച്ചു മാറ്റി. അവിടെ നിന്നും കാരാഗ്രഹത്തിൽ കിടന്ന അതെ അവന്റെ അങ്കി ഇത് ഫറവോൻ രാജാവ് അഴിച്ചു മാറ്റിയതായി നമുക്ക് കാണുവാൻ കഴിയും. और हम ऐसे देख सकते हैं कि वहां पे यूसुफ का पिता ने दिया हुआ जो कपड़ा है, जो रंग बिरंगे कपड़ा है, अपने भाइयों ने उसको निकाल दिया और अपने भाई ने जो कपड़ा यूसुफ को पहना है वो कपड़ा अपने पोतीफर की पत्नी ने निकाल दिया। और जो कारागृह जो बंदियों में जब यूसुफ था उस समय में जो कपड़ा यूसुफ पहना था उस कपड़े को वहां पे हम देख सकते फरो राजा जो है उसे निकाल रहा है। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വപ്നത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ദർശനത്തിന്റെ ദൈർഘ്യം. ഒരു ദർശനം നാം കാണുന്നത് മാക്സിമം രാത്രിയിൽ നമ്മൾ ദർശനം കാണുമ്പോൾ അതിന്റെ ദൈർഘ്യം 15 മുതൽ 30 സെക്കൻഡ് വരെ നീളുന്നതാണ്. എന്നാൽ 15 മുതൽ 30 സെക്കൻഡ് വരെ നീളുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയുന്ന 1/2 മിനിറ്റ് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഈ യോസഫ് എങ്ങനെ അതെ ഈ മിസ്രൈമിന്റെ അതെ മന്ത്രിയായി മാറിയ അനുഭവം നാം പഠിക്കുമ്പോൾ 3 സ്വപ്നം അവിടെ കാണുവാനായിട്ട് കഴിയും. और वहां पे हम देख सकते हैं अगर सपना देखते हैं तो उसका जो लंबाई है वो 15 सेकंड से लेकर 30 सेकंड तक होता है। ज्यादा से ज्यादा आधा मिनट हमारा जो सपना का जो लंबाई है। यहाँ पे जो योग का जो है जीवन में हम देखेंगे तो उसके जीवन में वो जो राजा के बाद में मंत्री बनने के समय में वहां पे उसके सामने 3 सपना आ रहा है। ഇവിടെ ഒന്നാമത്തെ സ്വപ്നം യോസഫ് കണ്ടു. രണ്ടാമത്തെ സ്വപ്നം പാനപാത്രവാഹകൻ കാരാഗ്രഹത്തിൽ കടന്ന് കണ്ടു. മൂന്നാമത്തെ സ്വപ്നം ഫറവോൻ രാജാവ് കണ്ടു. ഈ 3 സ്വപ്നം കൊണ്ട് ഇതാ ഇവിടെ കുപ്പയിൽ കിടന്നവൻ അല്ലെങ്കിൽ വീട്ടിൽ കിടന്നവൻ ഈ കിണറ്റിൽ കിടന്നവൻ എവിടെ ചെന്നു? ഇതാ ഫറവോന്റെ മന്ത്രിയായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 1.5 മിനിറ്റ് കൊണ്ടാ. और यहाँ पे हम देखते हैं कि 3 सपना को हम देखते हैं। पहला सपना है यूसुफ देखता है जीवन में, उसके बाद दूसरा सपना अपने बंदीगृह में रहने के समय में जो पान पात्र लेके जो देने वाला राजा को नहीं पिलाने वाला जो है वो देखा हुआ एक है। और तीसरा सपना राजा जो देखते हैं तो मतलब 3 सपना के 1.5 मिनट सपना यहाँ पे यूसुफ अपने घर से लेकर एक मंदिर की जगह तक पहुंचा देता है। നമുക്ക് കാണുവാൻ കഴിയുന്നത് 430 വർഷത്തെ അടിമത്വം കർത്താവായ യേശു ക്രിസ്തു ഒറ്റ ദിവസം കൊണ്ട് ആ പ്രദേശത്ത് കാലുവെച്ച് മാറ്റിയെങ്കിൽ, അടിമത്വം അവിടുന്ന് മാറ്റിയെങ്കിൽ അതെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ സ്ത്രീക്ക് അവിടെ ജലം കൊടുത്ത ആ ദേശത്തിലെ ജനത്തെ സുവിശേഷത്തിലേക്ക്, ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിഞ്ഞെങ്കിൽ 1 മിനിറ്റ് മതി, 1 സെക്കൻഡ് മതി നിന്റെ സകല ഫ്യൂച്ചറിനെയും മാറ്റിമറിക്കുവാൻ. और वही जो 430 साल का जो बंदीगृह के बाद में जो इस्राएल लोग वहां पे यीशु मसीह जो है समय में प्यार रखा तो उस समय वहां का जीवन को बदलाव गया। और जो शमरिया की स्त्री है कुएं के आने के बाद में उसके जीवन का जो प्यार वो परमेश्वर ने पूजा किया। तो अगर ऐसा परमेश्वर सकता है तो हमारे जीवन में सिर्फ परमेश्वर को 1 मिनट ही काम हमारे जीवन को पूरी तरीके से बदल देने के लिए। ഇന്ന് പകൽക്കാലം ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവമക്കളെ, നിന്റെ അവസ്ഥയ്ക്ക്, എന്റെ അവസ്ഥയ്ക്ക്, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എന്റെ കർത്താവിന് 1 സെക്കൻഡ് മതി, 1 മിനിറ്റ് മതി. കർത്താവിന് കൂടുതൽ സമയം വേണ്ട. और मेरे आवाज सुनने वाले मेरे परमेश्वर के अगर हमारे जीवन को बदलने के लिए हमारे परमेश्वर को सिर्फ 1 सेकंड काफी है, 1 मिनट काफी है। और हमारे जीवन बदलने हमारे परमेश्वर को ज्यादा समय की जरूरत नहीं है। ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിന്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാ, അവസാന ഭാഗത്തേക്ക് എത്തുകയാ.
और हम जो है अभी इस मैसेज का इस प्रचार का आखिरी भाग की ओर हम आए हैं। കണ്ടോ 430 വർഷത്തെ സ്തോത്ര അതേ പാരമ്പര്യം അവിടെ ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റിയെങ്കിൽ ഇവിടെ നമുക്ക് തിരുവചനത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 30 വർഷം അതേ കുളക്കരയിൽ കിടന്ന വ്യക്തിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്റെ കർത്താവ് അവനെ സൗഖ്യമാക്കിയെങ്കിൽ 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീയെ ഒറ്റ സെക്കൻഡ് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ട് അതേ സഹായിച്ചെങ്കിൽ അവിടെ സുഖപ്പെടുത്തിയെങ്കിൽ 18 വർഷം കൂനിയായി നടന്ന ഒരു സ്ത്രീയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവളുടെ സൗഖ്യം വരുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൂതുണ്ട്. ഒറ്റ സെക്കൻഡ് മതി എന്റെ കർത്താവിന് പ്രവർത്തിപ്പാനല്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭാവിയെ, നിന്റെ ഫ്യൂച്ചറിനെ, നീ ആയിരിക്കുന്ന അവസ്ഥയെ, നീ കടന്നു പോകുന്ന മേഖലയെ മാറ്റിമറിക്കുവാൻ, ചലിപ്പിക്കുവാൻ, നീക്കുവാൻ, എടുത്തു കളയുവാൻ എന്റെ കർത്താവിന് ഒറ്റ സെക്കൻഡ് മതി. उसी समय वहां पर जो है परिस्थिति बदल गया और जो समरिया परमेश्वर ने जीवन बदल दिया और जो 18 साल से जो खूनी स्त्री था उसके जीवन को सिर्फ 1 सेकंड में परमेश्वर ने उसका जीवन बदल दिया। और जो रक्तस्राव से, जो रक्त से पीड़ित एक स्त्री, जब परमेश्वर का उस कपड़े को एक छुआ तो ठीक उसी समय में, ठीक 1 सेकंड के अंदर परमेश्वर ने चंगाई की। ऐसा एक परमेश्वर है तो चाहे जो भी परिस्थिति में क्यों ना हो, हम जिधर भी क्यों ना हो, परमेश्वर 1 सेकंड में, 1 ही सेकंड क्षण में अंदर परमेश्वर हमारे जीवन को पूरी तरीके से बदल सकता है। विश्वास करने वाले जीवन में परमेश्वर आज सुबह के समय काम करने वाला है। ദൈവദാസനോട് ദൈവിക ആലോചന അറിയിക്കുന്നത്, നീ എവിടെ കരഞ്ഞുവോ, നീ എവിടെ കണ്ണുനീര് നിന്റെ വീണുവോ, നീ എവിടെ അപമാനിക്കപ്പെട്ടുവോ, നീ എവിടെ അതേ വിഷണ്ണനായി ഭാരപ്പെട്ട നീ എവിടെയായിരുന്നോ അവിടെ നിന്നെ മാനിക്കുവാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. परमेश्वर का दास है, इस परमेश्वर की वाणी है। जिस जगह पे परमेश्वर का दास आप गिरे हैं, जिस जगह पे आप दुखी रहे, जिस जगह पर आपको अपमानित किया गया है, उसी जगह परमेश्वर, मेरा परमेश्वर आपको आदर की योग बनाने वाला परमेश्वर है। യോസഫിനെ ആദരിച്ച കർത്താവ്, അതേ യാക്കോബിനെ മാനിച്ച കർത്താവ്, യഹോവയായ ദൈവം തന്റെ മകനായ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അവന്റെ തലമുറകളെ മാനിച്ച് വാഗ്ദത്ത ദേശങ്ങൾ കൊടുത്ത് അനുഗ്രഹം കൊടുത്ത് അവരെ പുറപ്പെടുവിക്കുമ്പോൾ ഇതാ യോസഫിന് കൊടുത്തതായ നിലത്തിനരികെ യാക്കോബ് കൊടുത്ത അതേ ആ ഉറവയിങ്കലിന്റെ സമീപത്ത് വന്ന് എന്റെ യേശു നിൽക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ മാറ്റുവാൻ, ചലിപ്പിക്കുവാൻ, ദൈവിക പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. और जो है यीशु जो है वहां पे शमरिया के अंदर आया था तो उस समय जो है जहाँ पे यीशु अब्राहम को, परमेश्वर का बच्चा अब्राहम को और अब्राहम के बच्चों को जिस परमेश्वर ने आदर किया, वही परमेश्वर यहाँ पे यूसुफ याकूब ने जिस जगह दिया था उस जगह का उसे के पास में अभी यीशु आया हुआ है। सर हमारे जीवन में बदलाव चाहिए। अगर हम जीवन को हम बदलना चाहते हैं, परिस बदलना चाहते हैं तो हमारे को हमें एक विकरण में लेके आना बहुत आवश्यक है। പ്രാണനെ തടുപ്പിക്കുന്ന കർത്താവ്, നിനക്ക് ആശ്വാസം തരുന്ന കർത്താവ്, നിന്നെ വിടുവിക്കുന്ന കർത്താവ്, നിന്നെ മാനിക്കുന്ന കർത്താവ്, നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നിനക്ക് ബ്ലെസ്സിംഗ് തരുന്ന കർത്താവ്, നിന്നെ പരിപാലിക്കുന്ന കർത്താവ്, പോറ്റുന്ന കർത്താവ്, ഈ ദിവസങ്ങളിൽ പിറുപിറുക്കാതെ നമ്മൾ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് നാം ഓടി നമ്മൾക്ക് ലഭിക്കുവാനുള്ള ബിരുദം നാം പ്രാപിച്ചെടുത്ത ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനും കുടുംബത്തിനും ഈ ചർച്ചിലെ കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാ സഹോദരന്മാർ, സഹോദരിമാർ, മറ്റുള്ള ദൈവദാസന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് ഞാൻ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.